ഗൈസ്, നമുക്കേ ഒരു പശു നക്കി തലേൻ്റെ ടോർച്ചർ കാണാം. ഇവനെ സത്യമായിട്ട് ഞാൻ ഇവന് തമ്മിൽ ഭയങ്കര ഗുസ്തിയാണ്. എനിക്ക് ഇവൻ്റെ ഓരോ തോന്നിയാസം കാണുമ്പോൾ ഇവനെ കാലിയവാരി നിലത്തടിക്കാൻ തോന്നും. പിന്നെ ഞാൻ ഓർക്കും പാവല്ലേ ഇരുന്നുകൊണ്ട് പോട്ടേന്ന്. നമുക്ക് അപ്പോഴപ്പോഴേ കുറച്ച് മണ്ടത്തരം കേൾക്കണമെങ്കിൽ ഇവൻ്റെ ചാനലിൽ പോയി നോക്കിയാൽ മതി. ABC മലയാളം എന്ന ചാനലിൽ പോയി പശു നക്കി തലയിൽ കാണിക്കുന്ന സാധനം മതി. സുനൽ എന്നങ്ങാണ്ടാണ് ഈ നായിൻ്റെ പേര്. ശരി, എന്തിനാ കുരയ്ക്കുന്നുണ്ട് കേൾക്കാം. വരിയും കൂട്ടുകാരെ, വരൂ, ഫോളോ മീ, നമുക്ക് അങ്ങോട്ട് പോകാം. ക്ലിക്ക് മുറ്റത്തൊരു മൈന പറയടാ. സുഡാപ്പി കരഞ്ഞോളൂ. ജനസംഖ്യ ദൗത്യമാണ് ഇനി ഇന്ത്യ ഏറ്റെടുക്കുന്നത് പറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എന്തായിരിക്കും ഉദ്ദേശിച്ചത്? സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞതാണ് അല്ലെ. പ്രധാനമന്ത്രി വെറുതെ ജനസംഖ്യാ ദൗത്യം എന്നല്ല പറയുന്നത്. നമ്മുടെ ഡെമോഗ്രാഫിയിൽ ജനസംഖ്യയിൽ മാറ്റം. അതുകൊണ്ട് ഇനി ജനസംഖ്യാ ദൗത്യമാണ് ഏറ്റെടുക്കുന്നത്. ജനസംഖ്യാ ദൗത്യം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി ഉദ്ദേശിക്കുന്നത്, അദ്ദേഹം ഇത് ജനസംഖ്യാ ദൗത്യം എന്നൊക്കെയുള്ള വാക്കൊക്കെ പറഞ്ഞാൽ സിമ്പിളിയാണ്. ജനസംഖ്യയിൽ വ്യത്യാസം വരുന്നു. വിവിധ ജനവിഭാഗങ്ങൾ തമ്മിലുള്ള ജനസംഖ്യയിൽ വ്യത്യാസം വരുന്നു. എടാ, അവൻ പഠിച്ചത് എൻഡയർ പൊളിറ്റിക്സ് ആണെന്ന് പറയുന്നത്. അവന് എന്തൊരു പൊളിറ്റിക്സ് അറിയോ എന്തോ. രാഷ്ട്ര നിർമ്മാണത്തിൽ അവനൊരു വാഴ അറിഞ്ഞുവിടുന്നുള്ളത് കൊണ്ടാണ് ആ വാക്കേക്കാം എന്ന് പറഞ്ഞാൽ വിവിധ മതത്തിൽപ്പെട്ട ആളുകൾ തമ്മിലുള്ള ജനസംഖ്യയിൽ ഏറ്റക്കുറച്ച്. ഒന്നുകൂടെ പച്ചയ്ക്ക് പറഞ്ഞാൽ വേണമെങ്കിൽ ശത്രുക്കൾക്ക് വ്യാഖ്യാനിക്കാം, മുസ്ലിം ജനസംഖ്യ കൂടും. പച്ചയ്ക്ക് പറയാം. നമ്മളിപ്പോ ഈ ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയുടെ കാര്യം രാഹുൽ ഗാന്ധി പറഞ്ഞത്, അതിനുള്ള മറുപടിയാണ് ധൂലെ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ മണ്ഡലം. അവിടെ 7 മണ്ഡലങ്ങളിൽ ഉള്ളതിൽ 6 BJP സ്ഥാനാർത്ഥി ലീഡ് ചെയ്തപ്പോൾ മലേഗാവ് സെൻട്രൽ എത്തിയപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് 2 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടി. 1,94,000 സംതിങ്. 6 ജയിച്ച 6 നിയമസഭാ മണ്ഡലങ്ങളിലും കിട്ടിയ വോട്ടിന്റെ ലീഡിനെ മറികടന്ന് മലേഗാവ് സെന്ററിലെ വോട്ട് കൊണ്ട്, മുസ്ലിം വോട്ട് കൊണ്ട് BJP സ്ഥാനാർത്ഥി തോറ്റു. അപ്പൊ ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ഇതിൽ പറഞ്ഞത് എന്താണെന്നറിയോ? ഈ ജനസംഖ്യാ ദൗത്യത്തിന്റെ ഭാഗമായി മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, നിയമവിരുദ്ധമായ നുഴഞ്ഞു കയറ്റം നമ്മുടെ നാട്ടിലേക്ക് കടന്നു. എവിടെ വിഷയം മൊത്തം ഞാൻ അവതരിപ്പിച്ചു തരാം, വേണമെങ്കിൽ പോയി കാണുക. എനിക്ക് അതിനകത്ത് ഒബ്ജക്ഷൻ ഒന്നുമില്ല. പക്ഷേ ഇത് കണ്ടിട്ട് കുറെ കമന്റോളികൾ കമന്റ്സ് ഇട്ടിട്ടുണ്ട്. എൻ്റെ സബ്ജക്റ്റ് അതാണ്. ആക്ച്വലി ഇവൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് വല്ല മനസ്സിലായ? BJPക്ക് വോട്ട് കുറഞ്ഞു, അതിൻ്റെ കാരണം മുസ്ലിംസാണ്. മുസ്ലിംസിൻ്റെ ശതമാനം എടുത്തു നോക്കുമ്പോൾ ഇത്ര പെർസെൻറ്റേജ് ഉള്ളൂ. അവരുടെ ഗ്രോത്ത് എത്രയാണെന്ന് നിങ്ങൾ ആ ഗ്രോത്ത് ഇതിനകത്ത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇത്ര ഗ്രോത്തിലുള്ള മുസ്ലിങ്ങൾ കാരണം BJPക്ക് വോട്ട് കുറഞ്ഞു. അതുകൊണ്ട് ജനസംഖ്യാ നിയന്ത്രണം അവർ നടപ്പിലാക്കുകയാണ്. എങ്ങോട്ടാ വണ്ടി പോണേന്ന് നിങ്ങൾക്ക് വല്ല പിടി കിട്ടിയ? ഒന്നും പറയാനില്ല. നമുക്ക് കമൻസിലേക്ക് പോകാം. മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ പറയാം, റിപ്പീറ്റ് ചെയ്യാം. അതായത് ജനസംഖ്യയുടെ കൺട്രോൾ ഇപ്പോൾ എൻ്റെ ചെറുപ്പകാലത്ത് തൊട്ടേ ഈ കൺട്രോൾ ഉണ്ട്. കാരണം ക്രമാതീതമായ ജനസംഖ്യാ വർധനവ് രാജ്യത്തിൻ്റെ സാമ്പത്തിക അടിത്തറയെ നശിപ്പിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. രാഷ്ട്രീയം അറിയുന്നവർക്ക് മനസ്സിലാവും. അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ അതിനകത്ത് ചെറിയ കട്ടുപാടുകൾ വയ്ക്കും. നാം 2 നമുക്ക് 2 എന്നൊരു സിസ്റ്റം പണ്ടേനുണ്ട്. രാജീവ് ഗാന്ധിയുള്ള സമയത്തൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്രമാതീതമായി വർദ്ധിക്കാതിരിക്കാൻ. ഇപ്പം നമ്മൾ നല്ല റേഷ്യോയിലാണ് നിൽക്കുന്നത്. ജനസംഖ്യ നമുക്ക് നല്ല കൂടുതലാണ്. അപ്പം അത് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒന്ന് ഓർത്തോണം, ഇവിടെ ജനസംഖ്യാ വർധനവ് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രമല്ല, എല്ലാവരും കമ്മ്യൂണിറ്റി. ഈ ഇടയ്ക്ക് ഒരു ക്രിസ്ത്യൻ ഫാമിലിയെ കാണിച്ചിരുന്നു. 9 കുട്ടികളുണ്ട്. അതെന്താ മുസ്ലിമാണോ? കുട്ടികൾ കൂടുതലുള്ളത് ഇസ്ലാം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. എനിക്ക് 2 ആൺമക്കളാണ്. എൻ്റെ സഹോദരങ്ങൾക്കെല്ലാം 2 കുഞ്ഞുങ്ങളെ ഉള്ളൂ. ഞങ്ങളാരും 3, 4 ഒന്നും പിന്നെ ഇത് കുട്ടികളെ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നത്. 2 കുട്ടികൾ അത്രയേ ഉള്ളൂ. അതിനപ്പുറം ഇല്ല. എല്ലാവർക്കും 2 തന്നെ. 3 ഉള്ളവർ റെയറാണ്. ഇവനെന്താ ഈ പറയണമെന്ന് അറിയില്ല. ഇതിനകത്ത് കുറേ പറയുന്നുണ്ടോ ന്യൂക്ലിയർ ഫാമിലി ആയി മാറി ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു. അത് കാരണം ജനസംഖ്യ ക്രമാതീതമായി ഉയരുന്നു. 2047 ഇന്ത്യ പിടിച്ചടക്കും എന്നൊക്കെയാണ് പറയണേ. അപ്പോൾ അതിന് ഭയങ്കര എക്സ്പ്ലനേഷനാണ് ഇവൻ കൊടുക്കുന്നത്. നമുക്ക് കമൻസ് ഒന്ന് വായിക്കാം. ജനസംഖ്യാ നിയന്ത്രണവും നുഴഞ്ഞു കയറി വരുന്നവരുടെ പുറത്താക്കേണ്ടതും രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഭയങ്കര അത്യാവശ്യമാണ്. പെറ്റുകൂട്ടുന്നവർക്ക് ആനുകൂല്യങ്ങളും സംവരണവും നൽകുന്നത് നിർത്തലാക്കുക. വേണ്ടി വന്നാൽ പ്രത്യേക ടാക്സും ഏർപ്പെടുത്തുക. നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്താൻ 30 കൊല്ലമെങ്കിലും പുറകിലേക്കുള്ള രക്തബന്ധത്തിലുള്ളവരെ സാക്ഷ്യപ്പെടുത്തുന്ന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുക. കാണിക്കാൻ പറ്റാത്തവരെ തിരിച്ചയക്കുക. അത് കൊള്ളാം, നല്ല ഇടപാടാണ്. ഞാൻ ഇതിനേക്കാൾ ഉപരി മറ്റൊരു കമൻ്റാണ് ഞാൻ ഇവിടെ കണ്ടത്. ഞാനൊരു ക്രിസ്ത്യനാണ്. സിസിസിസപ്പ് എന്നാണ് അവൻ്റെ പേര് തന്നെ. ഞാനൊരു ക്രിസ്ത്യനാണ്. ഇവിടെയുള്ള ഹിന്ദുക്കളെ മതം മാറ്റി ക്രിസ്തു മതം പ്രചരിപ്പിച്ചു എൻ്റെ മതം സ്ഥാപിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇച്ചോടാ, ക്രിസ്ത്യൻസിൻ്റെ ആദ്യത്തെ പരിപാടി അത് തന്നെ. എത്ര പേരെ ഇതിനകത്തോട്ട് ചേർക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഞാൻ ഇവിടെ പറഞ്ഞില്ലേ, മിസോറാം,
സിക്കിം, അങ്ങ് മേഘാലയ, അങ്ങനെ തുടങ്ങി കുറേ സംസ്ഥാനങ്ങൾ ഞാൻ പറഞ്ഞു. അവിടെ പോയി നോക്കിയാൽ 90% ഈ ക്രൈസ്തവരെ ആക്കി കഴിഞ്ഞു. ഡ്രഗ് കൊടുത്തിട്ടാണ് അവരെ അങ്ങനെ ആക്കുന്നതിന് ഒരു കുറ്റച്ചാട്ടും കൂടെ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇരുന്നിട്ട് ഈ വായ്ത്തോരണി നടത്തുന്നത്. അവിടെ മലയാളത്തിൽ എഴുതുമ്പോൾ മലയാളി അല്ലേടാ നീ പറയില്ല. അത് തെറ്റായ ഒരു രീതിയാണ്. എന്നാൽ മര്യാദയ്ക്കാണെങ്കിൽ എല്ലാ മതസ്ഥരെയും ഉൾക്കൊള്ളാൻ ഹിന്ദുക്കൾക്കാകുന്നുണ്ട്. ഇതാണ് എൻ്റെ പോയിന്റ്. മര്യാദയ്ക്കാണെങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളാൻ ഹിന്ദുക്കൾക്കാകുന്നുണ്ട്. ആരാ ഈ ഹിന്ദുക്കള്? ഇവന്റെ ഈ വർത്തമാനം കേട്ടാത്തൊന്നും ഇവിടെ ഹിന്ദുക്കളുടെ രാജ്യമാണെന്ന്. ഇത് ഇന്ത്യയാണ് മാൻ, ഇത് ഇന്ത്യയാണ്. ഇവിടെ എല്ലാ മതവിഭാഗത്തിലുള്ളവർക്കും ഉള്ള രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ മതേതര രാജ്യമാണ്. ഇന്ത്യ നമ്മുടെ രാജ്യമാണെന്നാണ് പറയുന്നത്. അല്ലാതെ ഇത് ഹിന്ദു രാജ്യം എന്നല്ല പറയുന്നത്. അത് അവർ പറഞ്ഞ് നോക്ക്. അയാൾ ഇനിയിപ്പോൾ ഇതൊരു ക്രിസ്ത്യാനിയാണ് കമന്റ് ഇട്ടതെങ്കിൽ പോലും അയാൾ അതാണ് പറയുന്നത്. അത് മാത്രമല്ല, തർക്കബുദ്ധിയോടെ അയാൾ പറയുന്ന ഒരു കാര്യത്തിൽ മുസ്ലിങ്ങൾ ഇവിടെ ഭരണത്തിൽ വരുന്നു. മുസ്ലിങ്ങൾ ഭരണത്തിൽ വന്നാൽ എന്താ കുഴപ്പം? മുസ്ലിങ്ങൾ ഇവിടുത്തെ പൗരന്മാരല്ലേ? മുസ്ലിങ്ങൾക്ക് ഇവിടെ പൗരന്മാർക്ക് ഭരണത്തിൽ വരണ്ടേ? അത് കൊള്ളാലോ. മുസ്ലിങ്ങൾ ഭരണത്തിൽ വന്നാൽ എന്താ പേപ്പട്ടി കടിക്കുവോ? മുസ്ലിങ്ങൾ ഭരിക്കട്ടെന്നേ. ഇത് പറഞ്ഞ് ഇവർ എങ്ങോട്ടാ കൊണ്ട് എത്തിക്കുന്നതെന്ന് നോക്കിയാണ്. എന്തായാലും മുസ്ലിങ്ങൾ ഭരിച്ചു കഴിഞ്ഞാൽ ഈ രാമേട്ടനെ പോലെ പള്ളിപ്പറമ്പ് കുഴിച്ച് അവിടെ കയറി കുത്തിയിരിക്കത്തില്ല. അവര് ഒരുത്തൻ്റെ അണ്ടി തിരക്കി മസ്ജിദുകളും തോണ്ടാൻ പോകത്തില്ല. അങ്ങനത്തെ ഒരു പരിപാടി എന്തായാലും മുസ്ലിങ്ങൾ കാണിക്കാൻ പോകത്തില്ല. അത്യാവശ്യം നമ്മൾക്കുണ്ടെങ്കിൽ അത് പാവങ്ങൾക്ക് കൊടുക്കണം. പാവങ്ങളുടെ റൈറ്റ്സ് ആണ് അത്. സക്കാത്ത് സദക്കയൊക്കെ കൊടുക്കണം എന്നുള്ള തോട്ടുള്ളവരാണ് മുസ്ലിംസ്. അവരിരുന്നാൽ അത് കുറച്ചുകൂടെ അഭിവൃദ്ധിയെ രാജ്യത്തിന് ഉണ്ടാക്കിക്കൊണ്ട് തരുള്ളൂ. അല്ലാതെ അവർ കയറിയ ഉടനെ അണ്ടി തിരക്കി പോകുമെന്നുള്ള ഈ തെറ്റായ ധാരണയുണ്ടല്ലോ, അതിനാണ് മൂട് വെട്ടി അടിക്കേണ്ടത്. ബാക്കി വായിക്കാൻ അവൻ പറയുന്നത് അത് അവരുടെ മര്യാദയാണ്. പിന്നെ അവർക്ക് മര്യാദ, എടാ ഞങ്ങളുടെ മര്യാദയാണ്. ഞങ്ങളെ 24 മണിക്കൂർ രാജ്യത്തുള്ളവരല്ലാതെ ഞങ്ങളുടെ പൗരത്വം ചോദ്യം ചെയ്യുന്ന ഇവനെയൊക്കെ ചെവിക്കലുകളൊക്കെ അടിച്ച് പറ്റിച്ചു കൊടുക്കാതെ ഞങ്ങളുടെ മര്യാദ എന്താണെന്ന് മര്യാദ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. അതിനെ മുതലെടുക്കാൻ മറ്റുള്ളവർ നോക്കരുത്. നീ പേടിച്ച് കുത്തിയിരുന്നോ? നിനക്ക് അങ്ങനെയാണ്. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവൻ്റെയൊക്കെ കൊതവും നക്കി കാലും നക്കിക്കൊണ്ട് നടന്ന്. ഞങ്ങളടുത്ത് അത് പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ ഈ രാജ്യത്തെ പൗരന്മാരാണെന്ന് അവർ സർട്ടിഫിക്കറ്റ് തരേണ്ട കാര്യം ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഇവിടുത്തെ പൗരന്മാരാണെന്ന്. നീയൊക്കെ ഇവിടെ നിൽക്കണമെങ്കിൽ മര്യാദയ്ക്ക് നിൽക്കും. രാജ്യദ്രോഹികളെ ഇവിടെ നാട് കടത്താനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അതിൽ മെയിനായിട്ട് വരുന്ന RSSകാരെയാണ്. നാനാത്വത്തിൽ ഏകത്വത്തിൽ നിലനിൽക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് പോയിന്റാണ്. ആ ഒരു പോയിന്റ് ഞാൻ നിനക്ക് സമ്മതിച്ചു തന്നിരിക്കുന്നു. ആ പോയിന്റ് സമ്മതിച്ചു. ജനസംഖ്യാ വർധനവ് ഏകദേശം 40 വർഷങ്ങൾക്ക് മുൻപ് മുതലെങ്കിൽ നിയന്ത്രിച്ച് കേൾക്കേണ്ടതായിരുന്നു. സത്യമാണോ? ആദ്യം അത് പറഞ്ഞു കൊടുക്കേണ്ടത് കൃഷ്ണകുമാറിൻ്റെ അടുത്തും സുരേഷ് ഗോപിയുടെ അടുത്തും ആണ്. കണ്ടില്ലേ? സുരേഷ് ഗോപി 4 5 ഒക്കെ പെറ്റുകൂട്ടി വെച്ചിട്ടുണ്ട്. അത് കൃഷ്ണകുമാറിനെ 4 തരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? എന്നാൽ നീ മമ്മൂട്ടിയുടെ അടുത്തെന്ന് പറഞ്ഞാണ് മമ്മൂട്ടിക്ക് 2 ഉള്ളൂ. മമ്മൂട്ടിയുടെ മോക്കോ 2 ഉള്ളൂ. അപ്പൊ ജനസംഖ്യ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നത് അവരാ. ആരാണ് ഇവിടെ രാജ്യദ്രോഹികളെന്ന് ഈ 2 പേരെ ചൂണ്ടിക്കാണിച്ചാൽ മാത്രം മതിയാകും. വെറുതെ കാണാൻ പറയാൻ വന്നേക്കുന്നത്. മയക്കുമരുന്നിന്റെ വരവും ശക്തമായി നുഴഞ്ഞുകയറ്റവും മയക്കുമരുന്നിന്റെ വരവും ശക്തമായി തന്നെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ നാടിന്റെ നിലപാട് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. ഇപ്പം ഈ ഒരു കമന്റ് ഞാൻ വെറുതെ വായിച്ചതേ ഉള്ളൂ. ഇതല്ല വിഷയം. വാസ്തവത്തിൽ ഈ പശുനക്കി തലയൻ പറയുന്ന ഒരു സബ്ജക്റ്റിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. സീരിയസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഇവിടെ ചർച്ചയ്ക്ക് വെക്കുമ്പോൾ തന്നെ പറയുന്നതായിട്ട് ഹിന്ദുക്കളെ പ്രൊവോക്ക് ചെയ്യരുത്, ഹിന്ദുക്കൾ അങ്ങനെ ചെയ്യരുത്, ഹിന്ദുക്കളല്ല ഇതിൻ്റെ അധികാരികൾ. വി ആർ ഇന്ത്യൻസ്, ഓൾ ഓഫ് അസ്. ഒരാളെന്നല്ല, ഈച്ച് ആൻഡ് എവരി വൺ. വി ആർ ഇന്ത്യൻസ്, ഓൾ റെസ്പോൺസിബിൾ ആണ്. ഈ രാജ്യത്തിൻ്റെ ഭദ്രതയ്ക്കും സാമ്പത്തികമായിട്ടായിരുന്നാലും അല്ലാതെ രാഷ്ട്രീയമായിരുന്നാലും എല്ലാത്തിലും നമ്മുടെ പങ്കാളികളാണ്. നമ്മൾ അതിന് പങ്ക് കൊടുക്കുക തന്നെ വേണം. ആ ഒരു ഇതിന് ഇന്നയാളെന്നൊന്നുമില്ല. ടാക്സ് കൊടുക്കുമ്പോൾ മുസ്ലിങ്ങളെന്ന് വേണ്ടാന്ന് പറയുന്നില്ലല്ലോ. കൊടുക്കുന്നുണ്ടോ? ടാക്സ് നമ്മൾ കൊടുക്കുന്നുണ്ടോ? അവരും കൊടുക്കുന്നുണ്ട്. അവിടെ വ്യത്യാസമില്ല എങ്കിൽ പൗരത്വത്തിൽ വ്യത്യാസം കാണിക്കേണ്ട കാര്യമില്ല. BJPക്ക് വോട്ട് കിട്ടാൻ, ജനസംഖ്യ നിയന്ത്രിക്കാൻ BJPയുടെ രാജ്യമല്ലേ ഇത്? ഇത് ഇന്ത്യയാണ്. ഇന്ത്യയിൽ പല രാഷ്ട്രീയ കക്ഷികളുണ്ടാവും, പല മതസ്ഥരുണ്ടാവും. തുലവും തുച്ഛമായ സിഖ് സമുദായത്തിൽ നിന്ന് തന്നെയാണ് ഇവിടെ ഒരു പ്രധാനമന്ത്രി 10 കൊല്ലം ഇരുന്നത്, 10 15 കൊല്ലം ഇരുന്നത്. അപ്പം അത് നിസ്സാരമായിട്ട് കണക്കാക്കരുത്. അത്രത്തോളം ഡെപ്തിൽ ഇവിടെ മതം പറയാൻ പാടില്ല എന്ന ഒരു ഭരണഘടന നിലനിൽക്കെ, ഈ നിയമങ്ങൾ നിലനിൽക്കെ, ഈ ഇരുന്ന് വായ്ത്താളോടിക്കുന്ന ഇവനിക്കൊക്കെ എതിരെ കേസ് കൊടുക്കാൻ പറ്റാത്തത് കഷ്ടമെന്ന് തന്നെ പറയാം. പിന്നെ ഈ പശുനക്കി തലേൻ്റെ കാര്യമൊന്നും പറയണ്ട. ഇവൻ ലവ് ജിഹാദ് എന്നൊരു സാധനം നമ്മുടെ മൊത്തം വേൾഡ് ഫേമസ് ആക്കിയത് ഈ നാറിയാണ്. കേരള കൗമുദിയിലായിരുന്നു ഇവൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഈഴവ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് അവിടെ ഇത് കിട്ടും. കാരണം അറിയാലോ, SNDPയുടെ ഒരു ഇതാണ്. അപ്പോൾ ആ ഒരു ഇതിൽ ഇവൻ അവിടെ ജോലി കിട്ടിയിരുന്നു. ഇവൻ ഭയങ്കര സംഭവമാണെന്ന് എല്ലാവർക്കും തോന്നിയിട്ട് അവൻ അങ്ങനെ ഫലിപ്പിച്ചിട്ട് അവിടെ ഇരുന്നു. ഒരാൾ എഴുതിയ 2 പെൺകുട്ടികളെ റിലേറ്റ് ചെയ്ത് കോളേജിൽ നടന്ന ഒരു സംഭവത്തിനെ ലവ് ജിഹാദ് ടേമിൽ എഴുതി. ആ എഴുത്തുകൊണ്ടാണ് ഇവൻ നേരെ ഡൽഹിക്ക് വെച്ച് വിട്ട് ഇന്ത്യ ഒട്ടാകെ ഈ ലവ് ജിഹാദ് എന്ന ഒരു സാധനം കൊണ്ടുവന്നങ്ങ് ഇംപ്ലിമെന്റ് ചെയ്തങ്ങ് കയറ്റിയത് ഇവനാണ്. അതിനവന് റീസണുണ്ട്. എന്താണെന്നറിയാമോ? ഭാര്യയുണ്ടവന്.
18 19 വയസ്സുള്ളൊരു കൊച്ചുകുട്ടി അതിൻ്റെ ഡിഗ്രി കഴിഞ്ഞ ശേഷം ഈ പറയുന്ന കേരള കൗമുദി വർക്കിന് കയറിയിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ ഇവൻ പ്രണയം നടിച്ച് വശത്താക്കി എവിടെ കൊണ്ടുപോകാൻ ശ്രമിച്ചു. പെൺകുട്ടി ഫോൺ വിളിച്ച് ഇവൻ്റെ കുടുംബക്കാരെ വരുത്തിച്ചു. അവർ ഇവൻ്റെ നെടുങ്കണ്ടം നോക്കി കീറി വിട്ടെന്നാണ് പറഞ്ഞത്. ബാക്ക് വേഡിൽ നെട്ടുക്കണ്ടം നോക്കി ഒരു വെട്ടല് കൊടുത്ത് ഇവന് നല്ല അടിയും പൊട്ടിച്ചു. ഈ അടി പൊട്ടിക്കലിലാണ് ഇവനിക്ക് മുസ്ലിങ്ങളോട് ദേഷ്യം വന്നിട്ടുള്ളത്. പിന്നെ ഈ ലവ് ജിഹാദ് എന്ന് കരയുന്ന മന്നമാന്മാരോട് എനിക്കൊരു വർത്തമാനമേ ഉള്ളൂ. ശരിയാണല്ലോടാ, ഇമാതിരിയൊക്കെ നീയൊക്കെ കിടന്ന് ആർത്തൊലച്ച് പറഞ്ഞിട്ട് ലവ് ജിഹാദാണ്, വാഴയാണ്, തോരനാണെന്ന് പറഞ്ഞിട്ടും പെണ്ണുങ്ങൾ എന്താടാ അങ്ങോട്ട് തന്നെ പോണത്? കാക്കമാരെ കാണുമ്പോൾ എളുമാർക്ക് എന്താടാ പൊക്കിക്കൊണ്ട് അങ്ങോട്ട് വരുന്നത് എന്തിനാണ്? കാക്കമാർ ഇങ്ങോട്ടല്ലല്ലോ, അങ്ങോട്ടല്ലേ തള്ളിക്കൊണ്ടുപോകണം. ഇപ്പോൾ ഒരെണ്ണം മരിച്ചതും കാക്കായ കിട്ടണമെന്ന് പറഞ്ഞിട്ടാണല്ലോ. ലവ് ജിഹാദ് ഇനി എന്തൊരു വാഴയാണ്, അതിന് അങ്ങോട്ട് പോണേ? അപ്പം നിന്നെയൊക്കെ കൊണ്ട് കൊള്ളത്തില്ല. അതിന് അവറ്റകളെ നോക്കി വെള്ളം ഇറക്കിയിട്ട് കാര്യമുണ്ടോ? കുട്ടികളൊക്കെ അവർക്ക് കൂടുതലുണ്ട്. അവർ വർക്കബിൾ കണ്ടീഷനിൽ പെണ്ണുങ്ങളെ വെച്ചിരിക്കുന്നു. അല്ല നിന്നെയൊക്കെ പോലെ കെട്ടി തൂരെ കളഞ്ഞിട്ട് നടക്കുകയല്ലേ കണ്ടറിഞ്ഞിറങ്ങിയിട്ട്. അതുപോലെയല്ല അവർ നോക്കുന്നു. അതുകൊണ്ട് അവർ കൊച്ചുങ്ങളുണ്ടാവുന്ന അവർ സെക്യൂറായിട്ട് നിൽക്കുന്നു. നിന്റെയൊക്കെ പെണ്ണുങ്ങൾക്ക് കഴപ്പ് കൂടുതലാണ്. ആ കഴപ്പ് തീർത്തു കൊടുക്കാൻ നിന്നെയൊക്കെ കൊണ്ട് പറ്റാത്തതുകൊണ്ട് അവളുമാർ കാക്കാമാരെടുത്തിട്ട് കൊടുക്കും. തിന്നു കൊഴുത്തിരിക്കുന്ന കാക്കാമാർക്ക് കഴപ്പ് ആശ്വാസകരമായി തീർക്കാനുള്ള കഴിവുണ്ടാവും. അതുകൊണ്ടായിരിക്കും തള്ളിക്കൊണ്ട് അങ്ങോട്ട് പോകുന്നത്. അവരുടെ ആ കഴിവിനെ, നിങ്ങളുടെ കഴിവുകേടിനെയാണോ ഈ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് തള്ളിക്കൊണ്ട് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. രാജ്യത്തൊരു രാഷ്ട്രീയമുണ്ട്. ഈ രാഷ്ട്രീയം എന്താണെന്ന് തിരിച്ചറിയാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ ഇത്തരം മണ്ടത്തരങ്ങൾ വിളിച്ചു പറയും. ജനാധിപത്യ രാജ്യത്ത് സംസാരിക്കേണ്ട കാര്യങ്ങളോ ജനാധിപത്യ സംവിധാനങ്ങളെ മനസ്സിലാക്കുകയോ ചെയ്യാതെ വായ്ത്താളം അടിക്കുന്ന ഇവനെയൊക്കെ പോലുള്ളവരെ പിടിച്ച് രണ്ട് പൊട്ടിക്കാൻ പൊതുസമൂഹം തയ്യാറാകുന്നിടത്ത് ഈ പ്രശ്നം ഒരു പരിസമാപ്തി കാണും. അപ്പം നാളെ ഇതുവരെ ലവ് ജിഹാദ് ഇവൻ ഈ ലവ് ജിഹാദ് ഇവൻ അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്ത് ആ പെണ്ണ് വീട്ടുകാരെ വിളിച്ചു വരുത്തി രണ്ട് പൊട്ടിച്ചെന്ന് വിട്ട്. ഇവനിക്ക് കിട്ടിയില്ല കളിക്കാൻ. അതിൻ്റെ കൊതിക്കെറുവാണ് ഈ കാണിക്കുന്ന മുഴുക്ക. ഓർത്തോണം, കുത്തിക്കഴപ്പും കൊതിക്കെറുവും. ഇവനെ കൊണ്ടൊന്നും കാര്യപ്രാപ്തി ഇല്ല എന്ന് ബോധ്യപ്പെട്ട പെണ്ണുങ്ങൾ കുത്തൊഴുക്കാണ് കാക്കാമാരെടുത്തിട്ട്. ഫിനാൻഷ്യലി സൗണ്ടായിരിക്കും, സൗന്ദര്യവും ഉണ്ട്, അത്യാവശ്യം അവരുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നുണ്ട്, സ്വന്തമായിട്ട് ജീവിക്കാൻ പറ്റുന്നതുകൊണ്ട് പെണ്ണുങ്ങൾ അങ്ങോട്ട് പോണ്. അത് കാണുമ്പോൾ കരഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ജാതി, മറ്റത്, തേങ്ങ മറിച്ചത്, ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്ന് അവരായിട്ട് ഉപദ്രവിക്കാൻ പോയിട്ടില്ല. അവരിത് വേണ്ടാന്ന് വെച്ചിട്ട് ഓടി തള്ളിക്കൊണ്ട് പോകുന്നത്. ആ ചടങ്ങ് ഈ ചടങ്ങ് പെണ്ണുങ്ങൾക്ക് തൊട്ടുകൂടാ, തീണ്ടാഴിക, പെണ്ണാണെങ്കിൽ അവിടെ കയറിക്കൂടാ. ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് പെണ്ണുങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. അത്രയേ ഉള്ളൂ. ദാറ്റ്സ് എ പോയിന്റ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. ഈ വിഷയം വളരെ വിശാലമായി പറയേണ്ട ഒരു കാര്യമാണ്. ദേഷ്യം കൊണ്ടും അത്യാവശ്യം എൻ്റെ സമയക്കുറവ് കൊണ്ട് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. തുടരും. പോടാ പശു നക്കി തലയാ, പോടാ വീട്ടിൽ പോടാ.